നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സാധാരണ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാകും, നമുക്കതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഫോട്ടോ കോപ്പിയൊക്കെ കൊടുക്കാനുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളിങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് പകരം നിങ്ങൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഹാൻഡ് റൈറ്റിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടുവെക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ ഇനി പറയുന്ന കാര്യം അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കാണുന്ന ഈ റെഡ് മാർക്കിലുള്ള ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് കൺവേർട്ടർ എന്നുള്ള ഈ ഒരു ഭാഗം ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചൊരു മെസ്സേജ് ഉണ്ട്, ഞാനതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുക. നമ്മളുടെ ആ ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡിൻ്റെ ചിഹ്നമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈലുണ്ട്. താഴേക്ക് നോക്കിയാൽ ആ രീതിയിലുള്ള ഫോണ്ട് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏത് ഫോണ്ട് സ്റ്റൈലാണോ വേണ്ടതെങ്കിൽ ആ ഫോണ്ട് സ്റ്റൈൽ ഇതുപോലെ താഴെ ഭാഗത്ത് കാണും. ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്തു ശേഷം ഇത് താഴെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡ് ചോദിക്കുന്നുണ്ട് PDF ആയിട്ട് വേണോ ഓൾ പേജ് എന്നുള്ളത്. ഞാൻ ഓൾ പേജ് PDF എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഡൗൺലോഡായി. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ ആ PDF ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കാണാൻ സാധിക്കും ഞാൻ കോപ്പി ചെയ്ത ആ ഒരു മെസ്സേജ് ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് രൂപത്തിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സാധാരണ പേന കൊണ്ട് എഴുതിയ പോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇതുപോലെ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റ് ആക്കിയിട്ട് PDF ആയിട്ട് വേണമെങ്കിൽ PDF ആയിട്ട് തരും. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്തോ നിങ്ങൾ ടൈപ്പ് ചെയ്തോ നിങ്ങൾക്ക് വേണ്ട സ്റ്റൈലിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.